ഇന്ന് നമുക്ക് UAE കുറച്ച് പച്ചപ്പും ഹരിതാവും കണ്ടു വന്നാലോ? വാപ്പ അലൈൻ ഒയാസിസ്. അലൈനിലെ മരുഭൂമിയുടെ നടുക്കുള്ള ഒരു പച്ചപ്പാണ് അലൈൻ ഒയാസിസ്. ഇതെനിക്ക് തോന്നുന്നു അലൈൻ ഒയാസിസിൻ്റെ ഒരു മാപ്പാണ്. മെയിനായിട്ടുള്ള ലൊക്കേഷൻസ് ഒക്കെ ഇവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് തൊട്ടപ്പുറത്ത് ഒരു അലൈൻ ഒയാസിസിൻ്റെ ഒരു മിനിയേച്ചർ സ്ട്രക്ചർ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, കോട്ടയും മസ്ജിദൊക്കെ ആയിട്ട്. ഇതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. തൊട്ടടുത്ത് വണ്ടിയൊക്കെ റെൻറ്റ് ചെയ്യാൻ പറ്റും, സൈക്കിളൊക്കെ റെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് വ്യൂ. ഈന്തപ്പനക്കാടിൻ്റെ നടുക്ക് കല്ല് പതിച്ചൊരു വഴി. നമ്മൾ പെട്ടെന്ന് വേറൊരു ലോകത്തോട്ട് എത്തിയവരാണ് തോന്നുന്നത്. കാര്യം വലിയ കെട്ടിടങ്ങളും മരുഭൂമിയുടെ ഇടയ്ക്ക് വന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് വേറെ ഏതോ ലോകത്തെത്തിയ ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നത്. ഈ വഴിയിലൂടെ നടക്കുമ്പോഴേ നമ്മുടെ നാട്ടിലെ തെങ്ങുംതോപ്പിൽ നടക്കുന്നൊരു ഫീലിംഗ് അല്ലേ? അതുപോലെ തന്നെ എനിക്ക് പഴയ കൊട്ടാരങ്ങളുടെ ഒക്കെ വഴി പോലെ. കാര്യം ഈ ചുടുകട്ട പതിച്ച വഴികളല്ലേ ഇത് മൊത്തം. ഇതിനൊത്തിരി പഴക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇതുപോലെ പണ്ട് രാജാക്കന്മാരൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. എടി, ഈന്തപ്പനയുടെ ഒക്കെ പ്രായം കണക്കാക്കുന്ന എങ്ങനെ അറിയോ? എന്ന് വെച്ചാൽ നമ്മുടെ ഈന്തപ്പനയുടെ ഒരു റിങ് ഇല്ലേ, ആ ഒരു റിങ് ഉണ്ടായി വരണമെങ്കിൽ 1 വർഷം സമയം എടുക്കും. 1 വർഷം ഒരു റിങ് വെച്ച് ഉണ്ടാകുന്നത്. അങ്ങനെ ഈ ഈന്തപ്പനയൊക്കെ നോക്കി എനിക്ക് 10, 30, 40 റിങ്ങിലും ഉണ്ടാകത്തില്ലേ. ഞാൻ വായിച്ചതാണ് ഈ തോട്ടത്തിൽ 12,000 വർഷം പഴക്കമുള്ള ഈന്തപ്പനകളും ഉണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഈ ഈന്തപ്പനകളൊക്കെ ഒരു അത്ഭുതമല്ലേ? ഇത്രയും ചൂടിലൊക്കെ എങ്ങനെ ഇത് സർവൈവ് ചെയ്യുന്നത്? അതും ഇത്രയും വർഷം. എന്തുമാത്രം പുല്ലല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ പശുവുള്ളവരൊക്കെ ചെത്തിക്കൊണ്ട് പോയാണ്. ഈ ക്ലൈമറ്റിലും പുല്ലൊന്നും കരിഞ്ഞു പോകുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു 1 മാസം 2 മാസം കൂടെ നിൽക്കുള്ളൂ. കാര്യം പിന്നത്തെ മാസമൊക്കെ അല്ലേ ചൂട് കൂടുന്നത്. ആ സമയത്ത് ഇത് സർവൈവ് ചെയ്യാൻ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഈ അലൈൻ ഒയാസിസ് തന്നെ ഒരു ക്ലോസ് ചെയ്യും. കാര്യം പച്ചപ്പൊക്കെ കുറവായിരിക്കുമല്ലോ. ഭയങ്കര ചൂടത്ത് ആൾക്കാർക്ക് നടക്കാനും ബുദ്ധിമുട്ടായിരിക്കത്തില്ല. ഈ വഴികളൊക്കെ കാണുമ്പോഴേ നമ്മൾ ഏതോ പഴയ കാലത്ത് എത്തിയ പോലെ തോന്നുന്നത്. കുറച്ച് പേടിയൊക്കെ തോന്നുന്നുണ്ട്. ഒരു നാരകത്തിന്റെ ചെടിയൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു കേട്ടോ. ഉള്ളതൊക്കെ ആൾക്കാർ പറിച്ചിട്ട് പോയിട്ടുണ്ടാവും. വഴികളാണ് തീരാത്തത്. നടന്നാലും തീരത്തില്ല. എന്തായാലും വാ പോയി നോക്ക്. ഇതൊക്കെ കണ്ടാൽ നമ്മുടെ അസലൊരു പാടം, നെൽപ്പാടമൊക്കെ പോലെ തോന്നുന്നില്ലേ? തെങ്ങും തോപ്പും പാടമൊക്കെ ആയിട്ട്. ഇപ്പൊ കുറച്ച് നൊസ്റ്റാൾജിയ കയറുന്നുണ്ടല്ലേ? നാട്ടിലെ തെങ്ങുംതോപ്പ് പോലെ തന്നെ ഉണ്ട്. തെങ്ങുംതോപ്പല്ല, ഈന്തപ്പനത്തോപ്പം ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടെ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇത് ഇത്രയും പച്ചപ്പായിട്ട് നിൽക്കാൻ ചാൻസ് ഇല്ല. നല്ലൊരു ഭംഗിയുണ്ടല്ലേ നമ്മുടെ വരമ്പൊക്കെ പോലെ തന്നെ. ഈ മരങ്ങളൊക്കെ നല്ല പ്രായമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ അടുത്തൊരു മോസ്ക് ഉണ്ട്, പഴയ മോസ്ക്. നമുക്ക് അതുപോലെ പോയി കണ്ടിട്ട് വരാം. ഇത് ഇവിടുത്തെ ഒരു പഴയ മോസ്കാണ്. അവർ അതുപോലെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അധികം മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഉള്ള ഏരിയയിൽ പോകാം. ഇവിടുത്തെ ഇറിഗേഷൻ സിസ്റ്റം ഒക്കെ നമുക്ക് കാണാം. അവർ പറയുന്നത് പണ്ട് തൊട്ട് അവരെങ്ങനെയാണ് യൂസ് ചെയ്തത് സെയിം ഇറിഗേഷൻ സിസ്റ്റമാണ് ഇവിടെ യൂസ് ചെയ്യുന്നതാണ്. ഇന്ന് തൊട്ടപ്പുറത്തെ മലകളാണ്. ആ മലകളിൽ നിന്ന് വരുന്ന വെള്ളം അവരൊരു ചാല് കീറി, നമ്മുടെ നാട്ടിൽ ചാല് കീറിക്കൊണ്ടിരുന്ന പോലെ സെയിം സിസ്റ്റം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് കൺട്രോൾഡ് ആയിട്ടുള്ള ഇറിഗേഷനാണ് ഇവർ യൂസ് ചെയ്യുന്നത്. കാര്യം ഇവർക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ട്. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ വെള്ളം യൂസ് ചെയ്യാം. ഇവിടെ ഇവർക്ക് വെള്ളം ഭയങ്കര ലക്ഷറിയാണ്. അതുകൊണ്ട് അവർ ചാല് കീറി കൺട്രോളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു തെളിനീര് തോടൊക്കെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ സ്ഥലമല്ലോ ഒരുപോലെ ഇരിക്കും. നമുക്ക് അങ്ങ് തിരിച്ചു പോയാലോ? പോവാം. കാര്യം ഒരു ഈന്തപ്പനത്തോട്ടം, അതിന് നടുക്കൂടൊരു വഴി, പിന്നെ കുറച്ച് വെള്ളം, കുറച്ച് പച്ചപ്പ്, അത്രയ്ക്കേ ഉള്ളൂ. പക്ഷേ നാട്ടിലുള്ളവർക്ക് ഇത് വലിയൊരു സ്പെഷ്യലായിട്ടൊന്നും തോന്നത്തില്ല. പക്ഷേ ഇവിടെ UAEയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് മരുഭൂമിയും കെട്ടിടങ്ങളൊക്കെ കണ്ടിട്ട് വരുമ്പോൾ ഇതൊരു പ്രത്യേക ഫീലിംഗ് ആണ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ നാടിനെ പറ്റി ഓർക്കാൻ ഇവിടെ വന്നാലൊരു പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഇല്ലേ? കുറച്ച് ഓർമ്മകളൊക്കെ വരും. നമുക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിൽ. ഇതിങ്ങനെയാണ് ഒരു വഴിയിലിടയ്ക്ക് ഒരു ഗേറ്റ്. ആ ഗേറ്റ് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം, കുറച്ച് ഈന്തപ്പനത്തോട്ടം, പച്ചപ്പ്, അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഈന്തപ്പന പഴം കായ്ക്കുന്ന സമയത്ത് വന്നാൽ, ലൈക്ക് ഒക്ടോബർ നവംബറിലൊക്കെ വന്നാൽ നമുക്ക് ഇവിടുന്ന് പറിച്ച് കഴിക്കാൻ പറ്റും. ലൈക്ക് പേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രീ ആണ്. കണ്ടേ പച്ചപ്പൊക്കെ കാണുമ്പോൾ സത്യമായിട്ട് നമുക്ക് നാടും ഒക്കെ ഓർമ്മ വരും. ഒരു സിറ്റി ലൈഫിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം അതായത് എന്താണെങ്കിലും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഒത്തിരി ഒന്നും എക്സ്പെക്ട് ചെയ്ത് വരണ്ട. നോർമൽ ഒരു ചില്ലായിട്ട് വന്ന് നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് കണ്ട് ഒന്ന് റിലാക്സ് ആയിട്ട് പോകാൻ പറ്റും. ഇത് തന്നെയാണ് മെയിനായിട്ട്. വെള്ളവും കുറച്ച് ഇറിഗേഷൻ സിസ്റ്റവും പിന്നെ ഈന്തപ്പനയൊക്കെ ആയിട്ട്.
ഇവിടെ അത് എക്സിബിഷൻ കണ്ട് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ എന്തോ ലാസ്റ്റ് പോർഷനും കണ്ടാന്ന് തോന്നുന്നു. അവിടെയൊക്കെ നമുക്ക് ഇരുന്ന് വെയിറ്റ് ചെയ്യാനും റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഏരിയ ഉണ്ട്. ഇതുപോലൊരു വണ്ടിയുണ്ട്. ഈ വണ്ടി വേണം നമുക്ക് റെൻറ്റ് എടുത്തിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. പക്ഷേ എനിക്ക് അങ്ങനെ ട്രാവൽ ചെയ്താൽ നമുക്ക് അധികം കാഴ്ചകൾ കാണാനോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഫാമിലി ആയിട്ട് വരുന്നവർക്ക് അതായിരിക്കും ബെറ്റർ. ഇതിൻ്റെ വർക്കിംഗ് അവേഴ്സ് എന്ന് വെച്ചാൽ രാവിലെ 9 to 5:30 അല്ലേ, 5:30. സിറ്റി ലൈഫിൽ നിന്നൊക്കെ വിട്ട് ഫാമിലിയോട് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ.